അമ്മ സ്വാഗതം പറഞ്ഞ് 45 നിമിഷങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പാതിരായ്ക്ക് മുമ്പെങ്കിലും മീറ്റിംഗ് അവസാനിപ്പിക്കണമല്ലോ. റിൻഷാളമ്മ പറഞ്ഞതിൽ കൂടുതലൊന്നും വാസ്തവത്തിൽ പറയാനില്ല. സമഗ്രമായിട്ട് എല്ലാ കാര്യങ്ങളും ചേർത്ത് ആശുപത്രിയുടെ ചരിത്രവും ഇതിൻ്റെ പ്രാധാന്യവും എല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചു. ഞാൻ അതിനോട് ചേർത്ത് 1-2 ചെറിയ ചിന്തകൾ മാത്രമേ പറയുന്നുള്ളൂ. ധാരാളം പേര് പ്രസംഗിക്കാനുണ്ട്. ഈ സ്ഥാപനം അതിൻ്റെ സുവർണ ജൂബിലിയിൽ ആയിരിക്കുന്നത് ദൈവ കൃപയാണ്. ഇതിന് നല്ല നേതൃത്വം ജന്നാണമ്മയുടെ കാര്യസ്ഥതയിൽ കാലാകാലങ്ങളിലുള്ള പല പ്രൊവിൻഷ്യലമ്മ കൃത്യമായിട്ട് നോക്കി അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ വളർന്ന് ഈ നിലയിൽ എത്തിയത്. ഇവിടെ SABSൻ്റെ ആധ്യാത്മിക ഉറവിടമായ ധന്യൻ മാർ പ്രിയാളശ്ശേരി പിതാവിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. പിതാവിൻ്റെ അർത്ഥവാക്യം റീസ്റ്റൗരാരെ ഓംനിയ ഇൻ ക്രിസ്തു, എല്ലാം ഈശോയിൽ നവീകരിക്കുക, റീബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈശോയിൽ റീബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ചേർത്ത് പിടിക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ അരനൂറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രോഗി പരിചരണ കൾച്ചറാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗോസ്പൽ വാല്യൂസാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. SABSൻ്റെ യൂക്കറിസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ നിങ്ങൾ ജീവിക്കുന്നത്. പ്രിയാളശ്ശേരി പിതാവിൻ്റെ എല്ലാം ഈശോയിൽ ചേർത്ത് വെച്ച് നവീകരിക്കുക എന്ന ആ ഒരു പൊസിഷനാണ് നിങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇതുപോലെ വളർന്നതും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഒരു മാസം മുമ്പ് ഒരു ഓപ്പറേഷന് വിധേയനായി ഇറ്റലിയിലെ ജെമെല്ലി ആശുപത്രിയിൽ വിശ്രമിക്കുകയായിരുന്നു. പോസ്റ്റ് സർജിക്കൽ റിക്കവറിക്ക് വേണ്ടി അവിടെ കിടന്ന് ഒരാഴ്ച കഴിഞ്ഞ് വിശ്രമിച്ച് പോകുന്ന സമയത്ത് പരിശുദ്ധ പിതാവ് പറഞ്ഞു, "There I was once again able to enjoy the family-like fraternal welcoming atmosphere which was greatly helpful for my recovery after operation." പരിശുദ്ധപിതാവ് വലിയ തൃപ്തിയോടുകൂടി പറഞ്ഞ വാക്കുകളാണ്. I felt the human and spiritual closeness, a true homeliness. ഒരാശുപത്രിയെക്കുറിച്ചും അതിൻ്റെ പാലിയേറ്റീവ് കെയർ സെൻ്ററിനെ കുറിച്ചും ഇതിനേക്കാൾ നന്നായിട്ട്, ഇതിനേക്കാൾ വലിയൊരു സ്വരം ലോകത്തിൽ നമുക്ക് കേൾക്കാനില്ല. ഇവിടെയും ഇത്തരത്തിലുള്ള നല്ല ചിന്തകളാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ഈ ആശുപത്രിയെക്കുറിച്ച് എക്കാലവും ഉണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ട മേഖലയാണ് മെഡിക്കൽ ഫീൽഡ്.
ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വിശേഷവിധിയായിട്ട് അത് കൂടുതൽ അറിയാം. ദേവമാത ഹോസ്പിറ്റല് വളർത്തിയെടുത്ത ഒരു കാത്തലിക് ടച്ച് ഓഫ് മെഡിക്കൽ സർവീസ് ഇവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ദേവമാത ടച്ച് സമസ്ത മേഖലകളിലും നല്ല ഒരു അമ്മയുടെ ടച്ച് പോലെ സെഗുല മാത്തർ, കരുണയുള്ള അമ്മ, ഫ്രാൻസിസ് പിതാവ് എഴുതിയ ഒരു അപ്പസ്തോലിക ലേഖനത്തിൻ്റെ അന്ത്യവാക്കുകളാണ് സെഗുല മാത്തർ. കരുണയുള്ള അമ്മയെപ്പോലെ നമ്മൾ ഇടപെടുന്നു. ഇവിടെ എല്ലാവരും തമ്മിൽ നല്ല സ്നേഹമുണ്ട്, കൂട്ടായ്മയുണ്ട്. പണ്ട് ആരോ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മളൊരു സ്ഥാപനത്തിൽ അശോകചക്രത്തിൽ കാണുന്ന മുഖങ്ങൾ പോലെ ആയിരിക്കരുതെന്ന്. നേരെ നോക്കുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. അതായിരിക്കരുത് നമുക്ക് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ശൈലി. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇടപെടുന്നു, നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുന്നു, നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, നല്ല എൻകൗണ്ടർ ഉണ്ട്, നല്ല ക്രിറ്റിസിസംസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ആശുപത്രി നല്ല വിജിലൻസ് പുലർത്തുന്നതും അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും ഈടുറ്റ നാളുകളിലൂടെ മുമ്പോട്ട് പോകുന്നതും. വളരെ ജനകീയമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ദേവമാതായ്ക്കുള്ളത്. നിരന്തരമായ അപ്ഡേറ്റിംഗ് ആൻഡ് ഹാർഡ് വർക്ക് ഇവിടുത്തെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയും ഒക്കെ നടത്തുന്നുണ്ട്. അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് അനേകർ എൻ്റെ പക്കൽ വന്ന് നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദേവമാത ഈസ് നോട്ട് എ മിയർ ഹോസ്പിറ്റൽ കോംപ്ലക്സ്, ബട്ട് റിയലി a Catholic concept of health care rooted in the gospel. ഒരു ഹെൽത്ത് കെയറിൻ്റെ നല്ല മുന്നേറ്റം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനമാണിത്. നല്ല കോമൺ സെൻസോടുകൂടി എല്ലാവരും പ്രവർത്തിക്കുന്നു, ഇടപെടുന്നു. ഒരു പണ്ഡിതനൊരിക്കൽ പറഞ്ഞു, കോമൺ സെൻസ് ഈസ് നൈദർ കോമൺ നോട്ട് മിയർ സെൻസ്. അതാണ് എൻ്റെ കാര്യം. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് കോമൺ സെൻസ്. ഇവിടെ നന്നായിട്ട് എല്ലാം കണ്ട് കേട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനുള്ള ദൈവകൃപ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഹീലിംഗ് മിനിസ്ട്രി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവർ മിഷൻ ഈസ് നോട്ട് ടു കോമ്പീറ്റ് വിത്ത് അതർ ഹോസ്പിറ്റൽസ്, ബട്ട് ടു കോംപ്ലിമെന്റ് ആൻഡ് എൻഹാൻസ് the health care facilities in this region. Mary Mother Hospital has strived to create a compassionate and patient-centered environment where every individual receives her or his desired attention. The value system of Devamata is, ഞാൻ കരുതുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. ദേവമാത അതൊരു ഇന്ത്യനൈസ്ഡ് തിയോളജൈസ്ഡ് മരിയോളജിയാണ്. ദേവമാത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. ദൈവത്തിൻ്റെ അമ്മ,
എലിസബത്താണ് ആ കാര്യം ആദ്യമായിട്ട് ഈ ലോകത്തോട് സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഉദരത്തിൽ ഉണ്ണിയെയും കൊണ്ട് യോഹന്നാനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന ഇളയമ്മയുടെ പക്കലേക്ക് ചെന്നപ്പോൾ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ പക്കൽ വരാൻ എനിക്ക് എന്ത് യോഗ്യത. വളരെ വിസ്മയകരമായ ഒരു എക്സ്പ്രഷനാണത്. കർത്താവിൻ്റെ അമ്മ. സഭ തന്നെയും 3-4 നൂറ്റാണ്ടുകൾ നിക്കയാ സിനോദോസിലും എഫേസോസിലും കാൽസിഡനിലുമെല്ലാം ചർച്ച ചെയ്ത് പൂർത്തീകരിച്ച ഒരു ഡോഗ്മാറ്റിക് വൊക്കാബുലറിയാണ് മദർ ഓഫ് ഗോഡ്. എമ്മേത് മിശിഹ, എമ്മേത് അലാഹ എന്നുള്ളത്. എലിസബത്ത് അത് മുൻകൂട്ടി കണ്ട് പ്രവചിച്ച ആളാണ്. ദേവമാതാവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒന്നിനും കുറവില്ല. കാനായിലെ പോലെയാണ്. അതിൻ്റെ ഉത്തരം അമ്മ മറിയം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അമ്മ ഉള്ള വീട്ടിൽ ഒന്നിനും കുറവില്ല. എല്ലാം കണ്ട് മനസ്സിലാക്കുകയും എല്ലാം ഈശോയിലേക്ക് കേന്ദ്രീകരിച്ച് നൽകുകയും ചെയ്യും. വളരെ ഇഫക്റ്റീവായിട്ടുള്ള, ഇംപ്രസീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ ഹോസ്പിറ്റലിനുണ്ട്. നല്ല മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. വളരെ ക്വാളിറ്റി പുലർത്തുന്ന പാലിയേറ്റീവ് കെയറിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്ന് പറഞ്ഞു. വളരെയധികം മെഡിക്കൽ എക്സ്പെർട്ടീസ്, വിസ്ഡം കാത്തു സൂക്ഷിക്കുന്ന ഡോക്ടർമാർ എല്ലാ മേഖലയിലും തന്നെയുണ്ട്. ഒരുക്കപ്പെട്ട നഴ്സുമാർ വളരെയധികമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒന്നിനും കുറവില്ല. അമ്മ കൂട്ടത്തിലുണ്ടല്ലോ താനും. ദേവമാത ഈസ് എ ഗ്രേറ്റ് ഗ്യാദറർ. എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ഒരു ശബ്ദവും ഒരു സ്ഥാപനവുമാണിത്. അമ്മയാണ് എല്ലാവരെയും വിളിക്കുന്നത്. വലിയൊരു ഗ്യാദറിംഗ് പവർ ഈ ഹോസ്പിറ്റലിനുണ്ട്. അനേകരുടെ മനസ്സിൽ ഇരിപ്പിടം നേടിയ ഒരു ഹോസ്പിറ്റലാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ചയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ ആളുകളാണ് നമ്മളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളോട് ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മളുടെ ശുശ്രൂഷ എല്ലാ മേഖലകളിലും ഇന്ന് ആവശ്യമാണ്. കർഡിനൽ പാരോളിൻ പരിശുദ്ധ മാർപ്പാപ്പ കഴിഞ്ഞാൽ പോളീസിയിലെ 2ാമത്തെ സ്ഥാനം വഹിക്കുന്ന കർദിനാളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വി മേ നോട്ട് ബി ഏബിൾ ടു ക്യൂർ എവരിബഡി, ബട്ട് വി മസ്റ്റ് ബി റെഡി ടു കെയർ ഫോർ എവരിബഡി. എല്ലാവരെയും സുഖപ്പെടുത്താൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷെ എല്ലാവരോടും ശ്രദ്ധ കൊടുക്കാൻ, കെയർ കാണിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഹോസ്പിറ്റൽ. അദ്ദേഹം ഇറ്റലിയിലെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ച് പ്രസംഗിച്ച ഒരു ചിന്തയാണത്. റൊമാനോ ഗ്വാർഡീനി വലിയൊരു ചിന്തകനും ലിറ്റർജിസ്റ്റുമായിരുന്നു. നമ്മളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവും ബെനഡിക്റ്റ് പിതാവും ഈ റൊമാനോ ഗ്വാർഡീനി എഴുതിയ ഗ്രന്ഥങ്ങളെ പഠിച്ചാണ് അവരുടെ ഉപരിപഠനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, ഗോഡ് ഈസ് ഓൾമൈറ്റി ബട്ട് നോട്ട് എ മജീഷ്യൻ. ഗോഡ് ഈസ് ഓൾമൈറ്റി. കാര്യങ്ങൾ നമ്മളുടെ കരങ്ങളിലൂടെ നടത്തണം. ഒരു മാജിക്കുകാരൻ ചെയ്യുന്നത് പോലെ ഒന്നും ഒരിടത്തും സംഭവിക്കുകയില്ല.
നിങ്ങൾ നല്ല കൂട്ടായ്മയിൽ കോഓർഡിനേറ്റഡ് ആയിട്ടുള്ള, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു നിലപാട് എന്നും സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഈ ആശുപത്രി നല്ലതുപോലെ വളർന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ രോഗം ലോൺലിനെസ് ആണ്. പരിശുദ്ധ പിതാവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, ലോൺലിനെസ് എപ്പിഡെമിക്സ്. ഇത് ലോകം മുഴുവൻ അതാണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള വിഷമം, അവിടെയൊക്കെ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു ഡയമെൻഷൻ സൈക്കോളജിക്കലായിട്ടുള്ള ആളുകളുടെ, രോഗികളുടെ മനസ്സ്, ഹൃദയം കണ്ടെത്തി പഠിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ലോൺലിനെസ് എപ്പിഡെമിക്സ് വളരെ കൂടുതലാണ്. ഒരുപാട് സങ്കടങ്ങളുമായിട്ട് നടക്കുന്നവരുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞ ചാർലി ചാപ്ലിൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും മഴ പെയ്യാൻ പ്രാർത്ഥിക്കും. മഴ പെയ്യുമ്പോൾ ഞാൻ പുറത്തേക്ക് പോയി ഓടും. എനിക്ക് കരയാൻ വേണ്ടിയാണ്. ഞാൻ ലോകത്തെ ചിരിപ്പിക്കുന്ന ആളാണെങ്കിലും എനിക്കൊരുപാട് ദുഃഖങ്ങളുണ്ട്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കരയാനൊക്കില്ല. മഴയത്ത് നനയുമ്പോൾ ഞാൻ കരയുന്നത് ആരും കാണില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മഴ നനഞ്ഞ് കരയാൻ വേണ്ടിയാണ്. അതൊരു ഒരു പ്രതീകമാണ്. അങ്ങനത്തെ വലിയ പ്രതിസന്ധികൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് ഈ അടുത്ത നാളിൽ എഴുതിയ 4ാമത്തെ ചാക്രിക ലേഖനമാണ് ദിലേക്സിത് നോസ്. ഈ ലവ്ഡ് അസ്. അവൻ നമ്മെ സ്നേഹിച്ചു. അതിൽ തിരുഹൃദയ ഭക്തിയെക്കുറിച്ചാണ് ആ എൻസൈക്ലിക്കൽ പിതാവ്, പരിശുദ്ധ പിതാവ് അതിലൂടെ വളരെ ആഴമായ ചിന്തകളിലേക്ക് ഈ ലോകത്തെ കൊണ്ടുപോവുകയാണ്. ഒരു ഊന്നല് ഹൃദയത്തിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടെ കണ്ടെത്തണം. ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിന് ഹൃദയം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ കരുതുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ മെഡിക്കൽ ഫീൽഡിലാണ്. ഒട്ടനവധി ദുഃഖങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക്, സങ്കടപ്പെട്ട് വരുന്നവർക്ക് ഒരു ഹൃദയപൂർവമായ സമീപനം ഒരു നഴ്സിൽ നിന്ന്, ഒരു ഡോക്ടറിൽ നിന്ന് കിട്ടുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. ഒപ്പം ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രിതമാണിത്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട നരിതൂക്കലച്ഛൻ സ്ഥിരമായിട്ട് ഇവിടെയുണ്ട്. ഇതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നതും അത് നൽകുന്നതും അച്ഛനാണ്. അപ്പം അങ്ങനെ നല്ലൊരു ആധ്യാത്മിക അന്തരീക്ഷത്തിലാണ് ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ പിതാവ് അതിൽ വീണ്ടും ജീവശാസ്ത്രം, മനഃശാസ്ത്രം, നരവംശാസ്ത്രം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രം എന്നിവ ഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ടത്ര ഉൾക്കൊള്ളിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഇവിടെയുണ്ട്. കാരണം ന്യൂമാൻ്റെ കീർത്തി കേട്ട ഒരു ചെറിയ വാക്യമാണല്ലോ, കോർ ആദ് കോർ ലൊക്വിത്തൂർ. ഹൃദയത്തോട് വർത്തമാനം പറയണം, സംഭാഷണം നടത്തണം. ഹൃദയത്തോട് വർത്തമാനം പറയണം. നമ്മുടെ പരിശുദ്ധ കുർബാനയിലും ഹൃദയ വിചാരങ്ങൾ ഉയരട്ടെ, ഹൃദയങ്ങൾ ഉയരട്ടെ. സുസും കോർദ ലത്തീൻ കുർബാനയിൽ ഹൃദയങ്ങൾ ഉയരട്ടെ. അതേക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിലും പറയുന്നത്. 3-ാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാർ ദൈവത്തെ അറിയാനും തങ്ങളെ തന്നെ അറിയാനും മിശിഹായുടെ ഹൃദയം ആവശ്യമാണ്. സ്നേഹത്തിൻ്റെ നാഗരികത കെട്ടിപ്പടുക്കുവാൻ ഹൃദയം അത്യന്താപേക്ഷിതമാണ്. അനുരഞ്ജനം, സമാധാനം എന്നിവ ഹൃദയത്തിലാണ് ജനിക്കുന്നത്. ഹൃദയം സുവിശേഷങ്ങളുടെ സിന്തസിസാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തെക്കുറിച്ച്
തിരുഹൃദയഭക്തി എന്നുള്ള ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നോട് വാക്കുകൾ സംഭരിക്കട്ടെ. ഇവിടെ ഇന്ന് ഈ ദേവമാതാ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഒത്തുചേർന്ന് ഇരിക്കുകയാണ്. വലിയൊരു ഗ്യാതറിങ്ങാണ്. ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരമാണ്. ഇത്ര വളരെ ഗംഭീരമായ രീതിയിൽ ഈ സദസ്സ് ഒരുക്കിയ പ്രിൻസിലമ്മയും ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ